ഞാനൊരു പ്രത്യേക വാക്ക് കേട്ടു, അതായത് കഴിവില്ലാത്തത് എന്നൊക്കെ പറഞ്ഞൊരു വാക്ക്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആണുങ്ങളെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല. എന്താണ്? അല്ല, എന്ത് വാക്കാണ്? മൊണ്ണ. മൊണ്ണ. ഇരിക്കൂ. ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പിന്നെ വേറെ എന്താ പറഞ്ഞു? എല്ലാവരും ഗിഷൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എല്ലാവരും ഗിഷൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അതെ, അതിന്റെ പുറകെ നടക്കുന്ന നാണമില്ലാത്തവരാണ് അവിടെയുള്ള ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞോ? പറഞ്ഞു. നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും. ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു നിമിഷം കൊണ്ടല്ലേ ഇപ്പൊ നിറം മാറിയത്. പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ എല്ലാം കേട്ടു. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇരിക്കുന്ന എല്ലാം ആ അബി ഒഴിച്ച്. അഭി, വളരെ കൺഗ്രാറ്റുലേഷൻ. മൊണ്ണയില്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. എല്ലാരും ഗിഷലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. പറഞ്ഞു. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അയ്യോ. അനു അങ്ങനെ പറയാൻ കാരണം അനുവിനെ എല്ലാരും കൂടെ കോർണർ ചെയ്യുന്നതായിട്ട് അനുവിന് തോന്നുന്നു. തോന്നി. വല്ലാത്ത ചതിയായി പോയി. പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. എന്താണ് അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ എന്താണ്? അതിന് കരച്ചിലല്ല മാർഗം. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. കൊള്ളാം, ഗംഭീരൻ പെർഫോമൻസ്. നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ.